ചൂസിലെ പക്ഷി. ചുവരിലിരുന്ന് ശബ്ദമുണ്ടാക്കും പല്ലി. ഒരു വശത്ത് ചൂസ്ലി, മറുവശത്ത് ദാ മുരളി. അടികൈ രണ്ട് ചേട്ടന്മാരും സഹോദരങ്ങളാണോ? അല്ല, അവരനിയച്ചന്മാരല്ല. രണ്ടുപേരുടെയും സർനെയിം ഒന്നാണ്. ലീ. ഒന്ന് ചൂസ്ലി, മറ്റൊന്ന് മുരളി. മുരളി അല്ലടാ, മുരളി. മുരളി മാധവൻ. സംശയമുണ്ടോ? സന്ധ്യയായാൽ പക്ഷികൾ മടങ്ങുകയാണ്. ഇതാ ഇപ്പോൾ ഫൈറ്റ് തുടങ്ങുകയാണ്. അടികൈ ഈ ഫൈറ്റിൽ ചൂസ്ലി വിജയിച്ചിരിക്കുകയാണ്. ചൂസ്ലി 3 ദിവസം ഈ സിറ്റിയിൽ ഉണ്ടാകും. ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും ചലഞ്ച് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ ചൂസ്ലിയെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കുക. ലഡു കഴിച്ചാൽ വായ മുഴുവൻ മധുരമാണ്. ചൂസ്ലി എല്ലാവരെയും ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അടികൈ ചൂസിലുള്ളത് എത്ര പവർഫുൾ ഫൈറ്റാണ്. ഇവരെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതെ അതെ, ശരിയാ. ഞാൻ എങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബണിയുടെ കാര്യം പോക്ക് തന്നെ. നീ നമ്മുടെ സിറ്റിയുടെ ജീവനാണ്. ബണ്ണി, ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? അല്ല, പിന്നെ എന്തിനാ അദ്ദേഹം നിനക്ക് പൊക്കെ തരുന്നത്? എന്റെ ബാങ്കിൽ കളവ് പോയി മുഴുവൻ മണി. ആരാണത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത്? എങ്ങനെയാണ് സംഭവിച്ചത്? ആരാണ് ചെയ്തത്? ആരെങ്കിലും സംശയമുണ്ടോ? അല്ല, സിംഹം പൈസ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോവാണ്? എടാ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്ക്. വേഗം പറയണ സാർ, ബാങ്ക് എങ്ങനെയാണ് കളവ് പോയത്? എടാ, ഇവിടെ കളവൊന്നും പോയിട്ടില്ല. ഞാനൊരു കവിത പറയാൻ തുടങ്ങുകയായിരുന്നു. എന്റെ ബാങ്കിൽ നിന്ന് കളവ് പോയി ഒരുപാട് മണി. ഇനി നമ്മുടെ സിറ്റിയുടെ ചങ്കാണ് ബണ്ണി. അടികൈ അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്നാൽ ബണി എന്താണ് ചെയ്തത്? ബണ്ണി നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ഇന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ന്യൂസ് പേപ്പർ ഇതുവരെ വായിച്ചില്ലേ? നാട് മുഴുവൻ ഇപ്പോൾ പകർച്ചപ്പനിയാണ്. സിറ്റിയിലെ ചർച്ച മുഴുവൻ ബണ്ണിയാണ്. അടികൈ എന്നാൽ കാര്യമില്ലാന്ന് പറയൂ. സിറ്റിയിലെ ഫൈറ്ററായ ബണി ഇപ്പോൾ ചൂസ്ലിയുടെ ചാലഞ്ച് ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. എനിക്കിതിനെ കുറിച്ച് അറിയില്ല. മറ്റന്നാൾ ഫൈറ്റാണ്. നീ ഇപ്പോൾ പറയുന്നു നിനക്കൊന്നും അറിയില്ലെന്ന്. ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല. എന്തോ കൺഫ്യൂഷൻ ആണ്. ഞാനിപ്പോ തന്നെ ഫൈറ്റ് ക്യാൻസൽ ചെയ്തേക്കാം. അളിയാ, ഞാൻ തന്നെ സംഭവിച്ചടാ. നീ ഒരു സംഭവമാണ്. നീ തന്നെ പൊളിച്ച് ജയിക്കും. അതെ ഭായി, അങ്ങനെ സംഭവിക്കോ? അവനെ റിംഗിൽ തന്നെ തോൽപ്പിച്ച് അവന്റെ അഹങ്കാരം തീർക്കണം. കേട്ടോ, എനിക്ക് നിങ്ങളോട് ഭയങ്കര അഭിമാനം തോന്നുക. കേട്ടോ, അടിച്ചു പൊളിച്ചു തിമിർത്തു. കലക്കി ബണ്ണി, നീ ഒരു സംഭവം തന്നെയാണ്. സിറ്റിയിലെ ഹീറോയായി മാറാനുള്ള സമയം നിനക്ക് എത്തിയിരിക്കുകയാണ്. സംശയമുണ്ടോ? ആ ചൂസ്ലിയില്ലേ ഭയങ്കര ഡേഞ്ചറാ. നീ കണ്ടതല്ലേ ഇന്നലെ അവനാ മുരളിയെ ഇടിച്ച് പഞ്ചറാക്കിയത്? എന്റെ ചേട്ടോ, പണ്ട് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ എന്തിനാ അവനെ കുറിച്ച് ആലോചിക്കുന്നത്? അത് പിന്നെ ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല. അത് ശരി. അപ്പൊ നിന്നെ ഈ കൊടുക്ക കൊടുക്കേണ്ടത് ആരായിരിക്കും? ഞാൻ തന്നെയാണ്.
ഇവൻ തന്നെ ഏതോ ഒരു വലിയ മാർഷൽ ആർട്സ് ചാമ്പ്യൻ എന്നല്ലേ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൂസ്ലി ആയിട്ടൊരു ചാലഞ്ച് വെച്ചത്. കൊച്ചളിയ, ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സണ്ണിയാണ് ചാലഞ്ച് ചെയ്തത്. അപ്പൊ ഇനി ഫൈറ്റ് ചെയ്യേണ്ടതും സണ്ണി തന്നെയാണ്. കഴുതേ, ചാലഞ്ച് എന്റെ പേരിലാണ്. അപ്പൊ ഫൈറ്റ് ചെയ്യേണ്ടത് ഞാൻ തന്നെയല്ലേ? അതെ ബോയ്, ആ ചൂസ്ലിയുടെ കയ്യിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. അത് വെച്ച് തന്നെ അവൻ ചട്നിയാക്കോ. കൊച്ചളിയെ പേടിക്കണ്ട, എന്റെ കയ്യിലുണ്ടൊരു ബ്ലാക്ക് ബെൽറ്റ്. അത് ഞാൻ നിനക്ക് തന്നേക്കാം. എന്റെ ബ്രോ, വായത്തിലെടുത്ത ബെൽറ്റ് അല്ല, കരേക്കാര് വാങ്ങിയത് ബ്ലാക്ക് ബെൽറ്റാ. എല്ലാവരുടെയും സുഹൃത്താ പണി. നീ ഈ ഫൈറ്റ് ഉടൻ തന്നെ ക്യാൻസൽ ചെയ്തേക്ക. അതെ, ഞാൻ ഇപ്പൊ തന്നെ പോയി ക്യാൻസൽ ചെയ്തേക്കാം. എനിക്ക് വല്ലാത്ത സന്തോഷായി ബണ്ണി. താങ്ക്സ്. അവൻ റിംഗിൽ നിന്ന് ചലഞ്ച് ചെയ്തപ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നതായിരുന്നു. നീ എന്തായാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തല്ലോ. യു ആർ ദ റിയൽ ഹീറോ. പക്ഷെ അവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ആരാ പറഞ്ഞത്? ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. നാളെ നിന്റെ ഫൈറ്റിൽ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും ബണ്ണി. വണ്ടി കണ്ടെന്ന് പറയണ ഇല്ല പൂപ്പ് കാണിക്കാൻ. നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആംബുലൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഡോക്ടറിനെ ഹോസ്പിറ്റലിട്ട് കൂട്ടിയിരിക്കുക. എന്റെ ഭായി, പണി തീർച്ചയായിട്ടും ജയിക്കണം. മാനേജറെ കടൽ തന്നെയാ ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഗെയിം തോറ്റു കൊടുക്കാൻ ൂസിനോടൊക്കെ പറ. ഞാൻ കാശ് കൊടുക്കണേ. ആവശ്യമില്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചമ്മന്തിയാക്കി ഞാൻ ഇവിടെ നിന്ന് നേരെ ആറ്റിലേക്ക് എറിഞ്ഞ് അവിടെ നേരത്തെ കുളത്തിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് കടലിലേക്ക് എറിഞ്ഞ് പറഞ്ഞേക്കാം. നീ എന്താണ് ഇങ്ങനെ വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കും മനസ്സിലാവൂ. കാട്ടിൽ പോയി മരത്തിൽ കയറി തേനീച്ചക്കൂട് കുടിച്ചെടുത്താൽ കിട്ടുന്നല്ല പണി. ചൂസ്ലിയെ ചലഞ്ച് ചെയ്ത് ഈ ഫൈറ്റിൽ ജയിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ പണി. മുന്നോട്ട് വാ. മുന്നിലോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇവിടെ വന്ന് നിൽക്കൂ. ഇന്നെന്തായാലും പണി സിംഗിൾ പീസ് ആയിട്ട് തിരിച്ചു വരും തോന്നുന്നില്ല. പക്ഷേടോ ചൂസ്ലി റെഡിയാണോ? ബണ്ണി റെഡിയാണോ? ബൈ. അല്ല, ഇതെങ്ങനെ സംഭവിച്ചത്? കട്ടപ്പൂച്ച വെച്ചിരുന്ന മീനല്ല മകത്താക്കി പണി ഒന്ന് തൊടാതെ തന്നെ ചൂസ്ലിയെ റിംഗിൽ നിന്ന് പുറത്താക്കി. അടികൈ. നീ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? വേഗം പോ, വേഗം പോയി അവനെ തോൽപ്പിക്കാനായി നോക്ക്.
ബണ്ണി വേഗം അവനെ മലർത്തി അടിക്ക്. ഇതാ ഇത് കുത്തിയിടണം കഴുതേ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. കാലയ്ക്ക് ബ്രോ ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ ബ്രോ തന്നെ ആയിരിക്കും മലർത്തി മാറ്റം. നോക്കുബായ്, ഇവൻ തോറ്റു. ബായ് തീർന്നു. എന്താ ഈ നാട്ടുകാർക്ക് ഇത്രയും പവറയുള്ളോ? ഇവിടെ എന്തായാലും എനിക്ക് വല്ലാത്ത നിരാശയായി പോയി. ഇവിടെ എന്താ ആരും ശക്തരല്ലേ? ഇനി ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരികയേയില്ല. ഇവിടുള്ള ഫൈറ്റേഴ്സിനെ കാണുമ്പോൾ എനിക്ക് കുട്ടികളെ പോലെയാ തോന്നുന്നത്. സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു പോയി. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാൽ എന്താണാവുക? എന്തെങ്കിലും ഒന്ന് കഴിക്കേ. എനിക്ക് വയറത്ര ശരിയല്ല മേഡം. എന്നാ കടുക്ക കഴിക്ക്. അത് കഴിച്ചാ പിന്നെ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറും. അവന്റെ പ്രശ്നം വയറിലല്ല, അവന്റെ പ്രശ്നം മനസ്സിലാണ്. അതുകൊണ്ടാണ് അവനൊന്നും കഴിക്കാതിരിക്കുന്നത്. അവൻ വേൾഡ് ചാമ്പ്യനാണ് ബണ്ണി. അവനോട് തോറ്റത് വലിയ പ്രശ്നമൊന്നുമല്ല. പ്രശ്നം ജയൻ തോൽവിയുടേതല്ല. ആ ചൂസില് ഞാൻ കാരണം നമ്മുടെ നാടിനെ തന്നെ നാണം കെടുത്തിരിക്കുകയാണ്. ഞാൻ കാരണം ഇപ്പൊ നാടിന്റെ പേര് തന്നെ നശിച്ചു. അതെ ബായ്, അത് നീ തന്നെ ശരിയാക്കണം. എങ്ങനെ? അതെന്ത് ചോദ്യമാ? അടിപൊളി ഐഡിയ തരാനായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ പറയുന്ന പോലെ ചെയ്ത് അവനെ തോൽപ്പിക്കാം. എടാ, അവൻ വേൾഡ് ചാമ്പ്യനാണ്. അവനെ എങ്ങനെയാ തോൽപ്പിക്കാൻ കഴിയുക? മാർഷൽ ആർട്സ് പഠിച്ചിട്ട് തോൽപ്പിക്കണം. തോറ്റാരാം, ഇതൊരിക്കലും നടക്കുകയില്ല. എന്റെ മേഡം നടക്കും. പറടാ കിറ്റിട്ട്. അതെ ബൈ. ഞാൻ പറയുന്നത് കോപ്പി അടിക്കരുതേ. സോറി ബൈ. മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന രണ്ട് ഗുരുക്കന്മാരെ എനിക്കറിയാം. അവർ അടിപൊളിയായിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിക്കും. അവര് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ബണ്ണി നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പഠിക്കും. അതോടെ ബണ്ണി നല്ലൊരു ഫൈറ്ററായി മാറും. ജൂസി അവിടെ പോയി പഠിക്കാൻ ആഗ്രഹിച്ചതാ, പക്ഷെ അവരത് സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെ ഒരു ബണ്ണിയെ പഠിപ്പിക്കും? അതെ, ഞാൻ പറഞ്ഞത് ശരിയാ. എന്നാൽ ശ്രമിക്കുന്നത് കൊണ്ടൊരു തെറ്റുമില്ലല്ലോ. തോത്താരം പറയുന്നത് ശരി തന്നെയാണ് ബണ്ണി. നീ പോയി നന്നായി പഠിച്ച് നല്ലൊരു ഫൈറ്ററായിട്ട് വരണം. എന്നിട്ട് വേണം ആ ചൂസ്ലി ഒരു പാഠം പഠിപ്പിക്കാൻ. അതെ മേഡം, ആ ചൂസിലെ ഞാൻ നല്ലൊരു പാഠം പഠിപ്പിക്കും. ആ, ഇത് വല്ലാത്തൊരു വനമാണല്ലോ. ഇവിടുന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഉൾക്കട്ട വീട്ടിലേക്ക് ബസ് എന്തായാലും പോവില്ല. ഓക്കെ, എന്നാ നമുക്ക് ട്രെയിനിൽ പോവാം. റെയിൽവേ സ്റ്റേഷൻ എവിടെയാ ഉള്ളത്? ഭായ്, മണിയോട് പിണ്ടായിരിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. അവിടേക്ക് നടന്നേ പോകാൻ പറ്റൂ. സത്യം പറഞ്ഞാ നദിയും മലയും പുഴയൊക്കെ കയറി ഇറങ്ങി പോകേണ്ടി വരും. എന്റെ ഭായ്, ഇതെന്നാ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അറിയാതിരുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. എന്റെ ഭായ് വെറുതെ ടെൻഷൻ അടിക്കല്ലേ. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഭായി. നിങ്ങൾ പറക്കത്, ഞാൻ നിങ്ങളുടെ ചെറിയിലിരുന്നോളാം. അല്പസമയത്തിനകം നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവരങ്ങ് എത്തിക്കോളൂന്നേ. എന്റെ ഭായ്, കൂട്ടുകാരെ വിടാൻ പറ്റില്ല. ഇവരോടൊപ്പം തന്നെ നമുക്കും പോകാം. എന്റെ ഭായ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരുപാട് ദൂരം ഉണ്ടല്ലേ ഭായ്, പറന്നു പോകുന്ന നല്ലത്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ നമുക്ക് വേഗം പോകാം. എന്താ ഇനി നമുക്ക് സംസാരിച്ച് നിൽക്കണ്ട. വേഗം നടന്നാൽ വേഗം എത്താം.
ഇനി എത്ര ദൂരം ഉണ്ട്? അതാ ആ മലയുടെ മുകളില. എന്താ അതിന്റെ മുകളിലോ? ഭായ് ദേ അവിടെയാ. ചേട്ടാ ചേട്ടാ ഒന്ന് നിക്കണേ. ചേട്ടാ ഒന്ന് നിക്കണേ. ചേട്ടാ ഈ കടുകംപള്ളി, കറുവാപ്പള്ളി, കായംകുളം രാജു, ചന്ദ്രവള്ളി, മുന്തിരിവള്ളി, പന്തളം, ബാസു ഇവരൊക്കെ എവിടെയാ ഉള്ളത്? നമ്മൾ രണ്ടു കുരുക്കളല്ലേ കാണാൻ വന്നത്. നീ എന്തിനാ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പേര് പറയുന്നത്? എന്റെ ഭായ് ഇതിൽ രണ്ടുപേരുടെ പേര് മാത്രമാണ്. ഒന്ന് വേഗം പറയണേ ചേട്ടാ. അവർ താമസിക്കുന്നത് ഇതാ അവിടെയാണ്. ദോശ ഉണ്ടാക്കുന്നതിന് മാർഷൽ ആർട്സ്. എനിക്ക് ഇവരുടെ തന്നെ പഠിക്കണം. നിൽക്ക്, ഞാൻ അവരോട് സംസാരിക്കാം. ഇങ്ങനത്തെ ആൾക്കാർ പെട്ടെന്ന് ആരോടും സംസാരിക്കില്ല. സംശയമുണ്ടോ? ഈ കടകംപള്ളി, കടുവാപ്പള്ളി, കായംകുളം വാസു നിങ്ങളാണോ ചേട്ടാ? പറയൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? മാർഷൽ ആർട്സ് പഠിക്കണം. കടിക്കണമെന്നോ? എന്ത് കടിക്കണമെന്ന്? എന്നെ കടിക്കണം എന്നല്ല, പഠിക്കണം എന്നാ പറഞ്ഞത്. തടിക്കണമെന്നോ? എന്തിനാ തടിക്കുന്നത്? എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ ഇത് ഡിഫക്റ്റീവ് പീസാ. ഇയാളോട് സംസാരിച്ചാൽ വട്ടുപിടിക്കും. ഇയാളുടെ കണ്ണൂരിൽ ഹർത്താലാണ്. നമ്മൾ പക്ഷെ കണ്ണൂരിലല്ലല്ലോ. അല്ല, നിന്നോട് ആരാ പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് ഹർത്താലാണെന്ന്? ഇയാ കണ്ണൂരിലെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ കാത് കേൾക്കൂലെന്നാ. ഇയാളുടെ രണ്ട് കാതും ഔട്ടാണ്. സാർ, എനിക്ക് അങ്ങനെ അടുത്ത് മാർഷൽ ആർട്സ് പഠിക്കണം. ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. സാർ പ്ലീസ്, ഞാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എന്റെ മുന്നിൽ മാർഷൽ ആർട്സിനെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടരുത്. അയാൾ ഒരു ദേഷ്യത്തില്ല. ഇനി ഇവിടെ നിന്ന് അയാൾ തന്തൂരിയാക്കി പ്ലേറ്റ് വെച്ച് ആർക്കെങ്കിലും നമ്മളെ വിളമ്പും. ഇതെന്തായാലും കൊള്ളാലോ. എന്റെ ഭായ് ഈ ചന്ദനവള്ളി, മുന്തിരിവള്ളി, പന്തള, ബാസു അങ്ങാണോ? അതെ, ഞാനാണ് ബാബു. ബാബു, അങ്ങ് ബാബു ആണല്ലേ? ഞങ്ങള് വാസുവിനെ അന്വേഷിച്ചാ വന്നത്. എടാ ബാബുല, ബാബു, ഞാനാണ് ബാബു. കാര്യം പിടിയിട്ടാ. അയാളുടെ ചെവിക്കാ പ്രശ്നം. ഇയാൾക്കാണെങ്കിൽ വായിലാ പ്രശ്നം. അതാ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നേ. സാർ, എനിക്ക് അങ്ങനെ അടുത്ത് മാർഷൽ ആർട്സ് പഠിക്കണം. ഞാൻ മാർഷൽ ആർട്ട് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. മാർഷലാട്ടോ? മാർഷലായിട്ടല്ല പഠിക്കേണ്ടത്, മാർഷൽ ആർട്ടാ പഠിക്കേണ്ടത്. ഞാൻ പഠിപ്പിക്കില്ല. പൊക്കോ അവിടുന്ന്. സാർ പ്ലീസ്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാമ്പാറിൽ ഉപ്പിച്ചിരി കൂടുതലാ. ഞാൻ സാമ്പാറിന്റെ കാര്യമില്ല പറഞ്ഞത്, മാർഷൽ ആർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് പ്രശ്നം? അതെ ഭായ് ഒന്നും മനസ്സിലാവുന്നില്ല. ഭായ് അവര് പറ്റില്ലാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നതാ. പിന്നെ ഭായ് ഉണ്ടായതുകൊണ്ട് ഞാൻ മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, മാർഷൽ ആർട്സ് പഠിക്കാതെ ഇവിടുന്ന് പോയാല് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത? അതിന് കാരണം എന്താണെന്ന് വെച്ചാല് അവര് തമ്മിൽ ഭയങ്കര വഴക്കാണ്. വഴക്കൂ? ഒരാൾ അറ്റാക്കിന്റെ ഒരാൾ ഡിഫൻഡിന്റെ മാസ്റ്ററാണ്. രണ്ടുപേരും ഒരുമിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ആളുടെ കാര്യം പോക്കാണെന്ന്. അതുകൊണ്ടാണ് ഇവര് പഠിപ്പിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്താ? അതൊരു വലിയ കഥയാണ്. അതൊന്ന് ഷോർട്ടായിട്ട് പറയാമോ? പല വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ഭയങ്കര കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാ ഫൈറ്റ് ചെയ്തിരുന്നത്. ഒരു ഗുരുവിന്റെ അടുത്താണ് രണ്ടുപേരും. നമുക്ക് രേസിടാം. ഗുരുജിയുടെ പക്കൽ ആരാദ്യം എത്തുന്നത് നമുക്ക് നോക്കാം. ഗുരുജി, ഗുരുജി, ഗുരുജി.
ഇത് എന്റെ സമ്മാനമായി നിങ്ങൾ കരുതിക്കൊള്ളൂ. തമ്മിലടിക്കാനുള്ള കാര്യം ഇവിടെ നിന്നാണ് ഉണ്ടായത്. എങ്ങനെ? ഒരു ദിവസം വാസു തേങ്ങ പറിക്കാനായിട്ട് തെങ്ങിലോട്ട് കയറുകയായിരുന്നു. ഇതെന്റെ ലുങ്കിയാണല്ലോ. താഴേക്ക് വാ. നീ എന്തായി ചെയ്യുന്നത്? കരിക്ക് പറിക്കാൻ പോവാ. കിറുക്കോ? എന്നെ നീ കിറുക്കനെന്ന് വിളിക്കുകയാണോ? എടാ കിറുക്കല്ല, കരിക്കെന്നാ പറഞ്ഞത്. കരിക്ക് പറിക്കാൻ പോവാന്ന്. നീ എന്തിനാ എന്റെ ലുങ്കി എടുത്തെടുത്തത്? ഇതെന്റെ ഗുരുജി എനിക്ക് തന്നതാണ്. മര്യാദക്ക് തിരിച്ചതാ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ലുങ്കി കീറി. എന്റെ ലുങ്കി. എന്നോട് ക്ഷമിക്കു സുഹൃത്തെ. ഗുരുജി തന്ന ലുങ്കി നീ കീറിയല്ലേടാ? അതിന് കാരണക്കാരൻ നീയാണ്. പക്ഷെ എന്തിനാ നീ എന്റെ ലുങ്കി എടുത്തെടുത്തത്? എന്റെ ലുങ്കിയുടെ കളന്നുപോയി. കളഞ്ഞു പോയെന്നോ? നിന്നോടാരാ ലുങ്കി കൊണ്ടുപോയി കളയാൻ പറഞ്ഞത്? ആ ലുങ്കി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അത് കളയില്ലായിരുന്നല്ലോ. ഇതെന്തിനാ നീ എടുത്ത് കൊടുത്തത്? ഞാൻ പറഞ്ഞത് അതിന്റെ നിറം പോയി എന്നാണ്. ഇറക്കം കുറഞ്ഞെന്നോ? ലുങ്കിക്ക് എങ്ങനെയാടാ ഇറക്കം കുറയുന്നത്? നീ എന്നോട് കള്ളം പറയണം. ലുങ്കിയുടെ ഇറക്കം ഒരിക്കലും കുറയില്ല. ലുങ്കി എത്ര വേണമെങ്കിലും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എടാ ഞാൻ പറഞ്ഞത് നീ എന്താ മനസ്സിലാക്കാത്തത്? ലുങ്കിയുടെ നിറം പോയി. അത് ശരി. നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല. ഗുരു തന്ന ലുങ്കി നീ ഉടുത്ത് കീറിയതും പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ തല്ലുകയാണോ? നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. രാജു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇത് എന്റെ ഷർട്ടാണല്ലോ. നീ എന്റെ ലുങ്കി കീറിയതല്ലേ? ഇപ്പൊ കണ്ട ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. മര്യാദക്ക് എന്റെ ഷർട്ട് തിരിച്ചു തന്നേക്ക്. ഞാൻ തരില്ല. ഷർട്ട് കീറിയോ? നാറിയെന്നോ? എടാ നാറിയതല്ലടാ ഇത്. നിന്റെ ഷർട്ട് ഇപ്പോൾ കീറിയതാണ്. കഴുത മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്ക്. ഗുരുജി എനിക്ക് തന്ന ഷർട്ട് നീ കീറിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് വിഷം തരുമല്ലേ? ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാം. നോക്ക് രാജു, നിന്നെ ഞാൻ കാണിച്ചു തരാം. തരുമെന്നോ? എന്ത് തരുമെന്ന്? ഞാൻ ആരെയും പേടിക്കൊന്നുമില്ല. ഇന്നത്തോടെ നമ്മുടെ സുഹൃത്ത് ബന്ധം തീർന്നു. ഞാൻ പറയുന്നത് നന്നായിട്ട് കേട്ടോ. ഇന്നത്തോടെ നമ്മുടെ സുഹൃത്ത് ബന്ധം തീർന്നു. യുവമാർ രണ്ടുപേരും പറഞ്ഞത് ഒരു ഡയലോഗ് തന്നെയല്ലേ? അല്ല തീർന്നോ? അയ്യോ, ആ കഥ അത്രേ ഉള്ളൂ, തീർന്നു പോയി. ഞാൻ ചോദിച്ചത് ഇഡ്ഡലി തീർന്നോന്നാ. ഒരെണ്ണം കൂടി എടുക്ക്. എന്താ ഇത്? ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് തന്റെ ഒരു ഇഡ്ഡലി. എടുത്ത് എറിഞ്ഞു. അപ്പൊ ഇവര് ഇഡ്ഡലി ഇഷ്ടമല്ല. എന്റെ അടുത്ത് കളിക്കടാ, നിന്നെ ഞാൻ ചമ്മന്തിയാക്കും. എന്തായി കാണിക്കുന്നേ? തല്ലു കൊടുത്തോ? മര്യാദയ്ക്ക് സോറി പറയാ. സോറി. ബായ്, നിങ്ങൾ തടഞ്ഞോടെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവര് ഞാൻ ഇഡ്ഡലിക്ക് ചമ്മന്തിയാക്കിയേ. കിട്ടിപ്പോയി. അവർ രണ്ടുപേരും എനിക്ക് മാർഷൽ ആർട്ട് പറഞ്ഞു തരും. തീർച്ചയായും പറഞ്ഞു തരും. എങ്ങനെ തോതാറാൻ പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും വഴക്ക് നിർത്തിയോ, അതേപോലെ തന്നെ അവരുടെ വഴക്കും തീരും. തോത്താറാൻ പറഞ്ഞ അവരുടെ വഴക്ക് എങ്ങനെയാണ് തീരുക? തോത്താറാം അല്ലടാ, അവരുടെ ഗുരു പറഞ്ഞാൽ അവർ കേൾക്കും. ചേട്ടാ, ഈ ഗുരുജി എവിടെ താമസിക്കുന്നേ? ഇവിടുന്ന് കുറെ അങ്ങോട്ട് പോയ അദ്ദേഹത്തിന് ആശ്രമം ഉണ്ടെന്നേ. അദ്ദേഹം അവിടെ ഉള്ളതേ. താങ്ക് യു.
ഇവിടെ പൂട്ടിയിരിക്കുകയാണല്ലോ. ഗുരുജി ഗുരുജി. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? ഇവിടെയാണെങ്കിൽ ഡോർബെല്ല് പോലും ഇല്ല. എന്റെ അടുത്തൊരു കിടക്ക് റേഡിയോ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മധുലിയാടി അപ്പുറത്തേക്ക് പോവാം. അതെ ഭായ്, അതാ നല്ലതാ. ഇങ്ങോട്ട് വാ. നീ എവിടെ? ഞാൻ ഇവിടെ. വാ ഇവിടെ. എവിടെ? ഗുരുജി ഗുരുജി ഒന്ന് നിൽക്കൂ. ഞങ്ങൾ അങ്ങേ കാണാനാ വന്നത്. മതില് ചാടി കള്ളന്മാരെ പോലെയോ? സാർ, ഞങ്ങൾ വിളിച്ചു നോക്കി, കഥകിലും തട്ടി നോക്കി. അങ്ങേ കാണേണ്ട അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മതിൽ ചാടി അകത്തേക്ക് വന്നത്. എന്തിനാ എന്നെ കാണുന്നത്? വണ്ണിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം. പക്ഷേ രാജു മാഷും വാസു മാഷും അത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതിന് കാരണം അങ്ങ് കൊടുത്ത ലുങ്കിയുടെ പേരിൽ അവരവര് വഴക്കായി. വാസു ലുങ്കിയെ രാജു ഷർട്ടും കീറി. ഇപ്പോൾ അവർ തമ്മിൽ വഴക്കാണ്. ഓഹോ, ഒന്ന് പതുക്കെ പറ. അവര് തമ്മിൽ വഴക്കായി. എന്തിന്? ലുങ്കിക്കും ഷർട്ടിനുമോ? അല്ല, അതിന്റെ കാരണം രാജുവും വാസുവും അവർ രണ്ടുപേരും. എന്താ, രണ്ടു കീറിയോ? അല്ല, കീറിയത് ലുങ്കിയ ഷർട്ടുമാണ്. നീ എന്തിനാണ് അവര് രണ്ടുപേരും സംസാരിക്കാത്തത്? ഇയാള് മിക്കവാറും നമ്മളെ വട്ടുപിടിപ്പിക്കാന്നാ തോന്നുന്നത്. ഗുരുജി, രാജുവും വാസുവും ഒന്നിച്ച് ട്രെയിനിങ് സെന്റർ കൂട്ടിയിരിക്കുകയാണ്. എന്നെ പോലെ തന്നെ നൂറുകണക്കിന് പേർക്ക് അവരുടെ പരിശീലനം ആവശ്യമാണ്. ഇനി അങ്ങേ കൊണ്ട് മാത്രമേ അവരെ ഒന്നിപ്പിക്കാൻ പറ്റൂ. ചേട്ടാ, ഒരു ദോശ വേഗം. നിൽക്ക്, ഇപ്പൊ തന്നേക്കാം. ചേട്ടാ, ഇതൊന്ന് മൂർച്ചയാക്കിട്ടെ. എന്തൊരു സ്റ്റൈല്. എന്ത് നന്നായിട്ട് ഇവര് ചെയ്യുന്നത്. ഗുരുജി, ഗുരുജി, ഗുരുജി അങ്ങോ? തെങ്ങെന്നോ? ഗുരുജിയെ തെങ്ങെന്നാണോ വിളിക്കുന്നത്? എടാ, നിന്നെ ഞാൻ തെങ്ങെന്നല്ല അങ്ങെന്നാ പറഞ്ഞത്. ഗുരുജി, അങ്ങെന്തിനാണ് ഇത് കൊട്ടുന്നത്? നിങ്ങൾ രണ്ടുപേരും മാർഷൽ ആർട്സ് നിർത്തിയിട്ട് കുരങ്ങന്മാരെ പോലെ വഴക്ക് കൂടുകയല്ലേ? അതുകൊണ്ടാണ് ഇത് ഞാൻ കൊട്ടുന്നത്. അപ്പൊ നന്നായിട്ട് വഴക്കുണ്ടാക്കാം. അതുകൊട്ടെ, നിങ്ങൾ എന്തിനാണ് ട്രെയിനിങ് സെന്റർ പൂട്ടിയത്? ഗുരുജി, അത് പിന്നെ എനിക്ക് എല്ലാം അറിയാം. ഒരു ലുങ്കിക്കും ഷർട്ടിനും വേണ്ടി നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയ പകയോ? എന്റെ പക്കൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10 എണ്ണം തരുമായിരുന്നു. ഗുരുജി, വേണ്ട. എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോയല്ലേ? എന്നാൽ നിങ്ങൾ ചെയ്ത കാര്യം കാരണം ഞാനിപ്പോൾ വളരെയധികം ലജ്ജിച്ചു നിൽക്കുകയാണ്. ഞാൻ തന്നത് നിങ്ങൾക്ക് ലുങ്കിയും ഷർട്ടുമല്ല, മറിച്ച് എന്റെ ഒരു സമ്മാനമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സമ്മാനം തന്നത് എന്റെ കലയെ നിങ്ങൾ രക്ഷിക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താണ്? വന്നിക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വിസമ്മതിച്ചു. അവൻ തന്റെ അഭിമാനത്തിന് വേണ്ടിയാണ് ഈ കല പഠിക്കാൻ വന്നത്. എനിക്ക് വേണേ ഇവനെ പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ എന്റെ ആഗ്രഹം നിങ്ങൾ വേണം ഇവനെ പഠിപ്പിക്കാൻ. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ നിങ്ങളെ ജയിക്കാൻ ഇവിടെ ആരും തന്നെയില്ല. എന്നാൽ നിങ്ങൾ പിരിഞ്ഞിരുന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും തന്നെയല്ല. വരൂ, ശത്രുത മറന്ന് രണ്ടുപേരും ആലിംഗനം ചെയ്യൂ. ക്ഷമിക്കടാ രാജു. എന്നോട് ക്ഷമിക്കടാ എന്റെ വാസു. സുഹൃത്തുക്കളായി, അപ്പൊ എനിക്ക് ട്രെയിനിങ് കിട്ടും. അതേ പണി. നാളെ രാവിലെ 5 മണിക്ക് നീ ട്രെയിനിങ് സെന്ററിലേക്ക് വരണം. യെസ് സർ. ഗുരുജി, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ വസ്ത്രമെടുത്ത് ധരിച്ചാലും. പള്ളി, ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ. ഇത് വെറും ഒരു കളിയാണ്. ഇതിൽ ശക്തിയല്ല വേണ്ടത്, ബുദ്ധിയാണ് അധികം വേണ്ടത്. മനസ്സിലായി ഗുരുജി, മനസ്സിലായി.
ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയുന്നതെന്ന് വെച്ചാ എന്താ? എടാ പറയുന്നതെന്നാ പറഞ്ഞത്. ഇയാൾക്ക് പാ വരില്ലടാ. പാന്ന് പറയുമ്പോ പാന്ന് കേക്കണം. ഞങ്ങൾക്ക് ആരുടെയും സമ്മാനം ആവശ്യമേ ഇല്ല. ഞങ്ങൾ പറയുന്നത് കേട്ട് എല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കണം. എന്റെ അമ്മു എല്ലാം പഠിച്ചെടുക്കോ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഈ തെർമോക്കോളിൽ കുറച്ച് കാല് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പുറത്തെ സൈഡിലോട്ട് പോവേണ്ടിയതാണ്. മനസ്സേകാഗ്രമാക്കി നന്നായിട്ട് ചാടാൻ പഠിക്കുക. പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യ്. എന്റെ അമ്മു ഇയാളുടെ ഒരു വല്ലാത്ത ഭാഷ തന്നെയാണ്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് പഠിക്കാൻ കഴിയൂ. മനസ്സിലായി. ഇദ്ദേഹം പറയുന്ന വാക്കുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ, എന്നാൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണ്. സംസാരം നിർത്തിയിട്ടുടൻ തന്നെ പ്രാക്ടീസ് തുടങ്ങുക. ഈ ബണ്ണി എന്തിനാ തെർമോക്കോളിന്റെ പുറത്തോടെ ഓടിക്കുന്നത്? എടാ ഫൈറ്റ് ചെയ്യുമ്പോ എങ്ങാനും തോറ്റു പോവാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടിയാ. അതെ ഭായ്, ഈ മാർഷൽ ആർട്ട്, മോഡേൺ ആർട്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നേ ഇല്ല. നമ്മുടെതൊക്കെ പൂപ്പടക്കി 2 കിടി. വണ്ടി പണി വേഗം വാ. പ്രാക്ടീസിനുള്ള ടൈമായി. ക്രൈമോ? ഇവരെ നല്ലതിന് വേണ്ടിയല്ലേ എഴുന്നേൽപ്പിക്കുന്നത്, പിന്നെ അതെങ്ങനെ ക്രൈം ആവുന്നത്? എടാ ക്രൈം അല്ലടാ, ടൈം ടൈം. ഓ അത് ശരി, ടൈം ആയല്ലേ. സോറി. എന്റെ ഭായ്, ഈ പാതിരാത്രിക്ക് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നേ? എടാ ഇപ്പോൾ വെളുപ്പക്കാർ 5 മണിയായി, സംശയമുണ്ടോ? സാറേ എന്റെ ശരീരം മുഴുവൻ തളർന്നിരിക്കാണ്. ഞങ്ങൾ ശരിയാക്കി തരാം മോനെ. സംഭവം തന്നെയാ. എത്ര പെട്ടെന്ന് അവന്റെ ക്ഷീണമൊക്കെ മാറ്റിയെടുത്തത്. 5 മിനിറ്റിനുള്ളിൽ പുറത്തു വരണം. എന്ത് പറഞ്ഞു തരണം എന്നാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് അവന് മനസ്സിലായിക്കോളും. നീ വാ. വേഗം കിണറ്റിൽ നിന്നും വെള്ളം കോര്. വീണ്ടും കിണറ്റിലേക്ക് ഒഴിക്കുക. വാ, എന്റെ കയ്യിലേക്ക് കിക്ക് ചെയ്യ്. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവന്റെ കാര്യത്തിൽ അവിടെ തീരുമാനമാവും. ഇവരെന്താ മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയാണോ അതോ ഇവരെ വെച്ച് ഫുട്ബോൾ കളിക്കാണോ? ഒളിച്ചു കളിയാണോ? നമുക്കും കളിക്കാമായിരുന്നു. ഇത് ഒളിച്ചു കളിയൊന്നുമല്ല, പ്രധാനമായ ഒരു പരിശീലനമാണ്. പണി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ശ്രദ്ധ മുഴുവൻ ശബ്ദത്തിൽ മാത്രമായിരിക്കണം. ഇത് രാജുവിന് മാത്രം അറിയാവുന്ന ഒരു അഭ്യാസമാണ്. അതെ, ഇത് വല്ലാത്തൊരു അഭ്യാസമാണ്. ഒരു പക്ഷേ ശത്രുക്കളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പോൾ അവരുടെ ശബ്ദം കണ്ടുപിടിച്ച് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ് പണി. പണിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ എങ്ങനെ പണിയെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും? എന്തായാലും പണിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല. പള്ളി നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ മണിയുടെ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ശബ്ദത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കളിയോ? അതെ അതെ, ഇത് കളിയാണ്. പക്ഷെ എന്റെ അടുത്ത് കളി പറഞ്ഞാൽ അത് കാര്യമാവും. കളിയെന്നല്ല, അടിപൊളിയെന്ന് പറഞ്ഞതാണ്. ചെളിയെന്നോ? ഇവിടെ എവിടെയാ ചെളിയുള്ളത്? മഴ പെയ്താൽ മാത്രമല്ലേ ചെളി ഉണ്ടാവുകയുള്ളൂ. സാർ, ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ അറ്റാക്ക് നിർത്തുക? എങ്ങനെയാണെങ്കിലും അടുത്തുള്ളവർക്ക് അതിനുള്ള വഴി ഉണ്ടാകുമല്ലോ. അതാണ് എന്റെ സംശയം. ആ സന്ദർഭം നീ നിന്റേതാക്കി മാറ്റിയെടുക്കണം. നീ എടുക്കുന്ന ഓരോ അഭ്യാസങ്ങളും അടുത്തുള്ളവർ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെയാണ് നീ അവരെ ആക്രമിക്കേണ്ടത്. എങ്ങനെ? അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം.
ഒളിച്ചു വന്ന് ആക്രമിക്കുന്നതാണ് നീ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. വളിച്ചോ? എന്ത് വളിച്ചെന്നാ? വളിക്കാൻ മാത്രമുള്ള ആഹാരം ഇവിടെ എവിടെയുള്ളത്? എടാ വളിച്ചെന്നല്ല, ഒളിച്ച്. ഒളിച്ചു വന്ന് ആക്രമിക്കുന്ന പറഞ്ഞത്, സംശയമുണ്ടോ? കൃമിയെന്നോ? എന്നെ കൃമിയെന്ന് പറയുന്നു. ശബ്ദം പോലെ കാറ്റിനെ കുറിച്ച് നീ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇങ്ങനെയും സംഭവിക്കാം. ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റിലൂടെ വേണം നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ. ശത്രുവിന്റെ ശ്വാസം വെച്ച് ഇപ്പൊ ശബ്ദം ഉണ്ടാക്കാതെ നീ വന്ന് എന്നെ ആക്രമിക്കുക. സാർ, അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നീ ശ്വാസം വിട്ട ശബ്ദം കാരണം നിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ അവർ ശ്വാസം നന്നായിട്ട് വലിച്ചെടുക്കുന്നതായിരിക്കും. ആ ശബ്ദം നീ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ആക്രമിക്കുകയും വേണം. അതോടെ അവന്റെ പണി തീരും. ഞാൻ പോയി കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരാം. എന്ത്? പുളി വാസവല്ലേ പുളി തീർന്നു പറഞ്ഞത്? പണി ഇത് രണ്ടും നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിന്നെ മാർഷൽ ആർട്സിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ശരീരം ലാഭകമാക്കി കൃത്യസ്ഥലത്ത് തന്നെ ചാടണം. തെർമോക്കോളിന്റെ പുറത്ത് മൃദുവായി കാൽ വെക്കേ. ബണ്ണി, നീ എന്തായാലും വളരെ നന്നായിട്ട് പഠിച്ചു. 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടുത്തെ കഞ്ഞി കപ്പൽ കഴിച്ച് എന്റെ നാക്കെല്ലാം മരവിച്ച് പോയിരിക്കുക. ഉടനെ സിറ്റിയിലേക്ക് പോവാം, എന്തെങ്കിലും കഴിക്കണം. ഇല്ല, എല്ലാം പഠിച്ചു കഴിയാതെ ഞാൻ ഇവിടുന്ന് ഒരിക്കലും വരികയില്ല. കഴിഞ്ഞു. ആര് കഴിച്ചു? കഴിച്ചു എന്നല്ല പറഞ്ഞേ. ആര് വിരിഞ്ഞെന്നാ? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നും വിടാതിരിക്കുക. പടി, നിനക്കിനി ആരുടെ കൂടെ വേണമെങ്കിലും മത്സരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വണ്ടി, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിനക്കിപ്പോൾ ആരുടെ കൂടെ വേണമെങ്കിലും മത്സരിക്കാവുന്നതേ ഉള്ളൂ. അല്ലടാ വാസു? താങ്ക് യു വാസു ആശാനെ. താങ്ക് യു രാജു ആശാനെ. ചെല്ലു, ചെന്ന് ഗുരുക്കന്മാരുടെ പേര് ലോകം മുഴുവൻ അറിയിക്കൂ. അല്ല, അതെന്തിനാ നിങ്ങളുടെ പേര് അറിയിക്കുന്നേ? നിങ്ങളുടെ പേര് എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഗുരുജി, ഞാൻ വീട്ടിൽ ചെന്ന ഉടൻ തന്നെ ചൂസിനോട് ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. ആരെ വിളിക്കുന്നത്? സിക്സർ അടിക്കാൻ വേണ്ടി ഞാൻ ബൗളിംഗ് ചെയ്തു. ചൂസ്ലിയുടെ മാനേജർക്ക് ഞാൻ മിസ് കോൾ ചെയ്തു. എന്തിനാ മിസ് കോൾ ചെയ്തത്? എടാ, അത് ISC കോളല്ലേ. എന്റെ കാശ് കൊണ്ടും തീരും. അവനിപ്പോ UK-ലാണ്. ചൂസിലിയെ തോൽപ്പിച്ചാൽ $1,00,000 കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളുടെ പൈസ തന്നേക്കാം. ഫോൺ ചെയ്യേ. ഹലോ, കാട്ടിലെ രാജാവ് എപ്പോഴും സിംഹം തന്നെയാണ്. നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ കന്നയോടാണ്. അടികൈ. കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ കൈയടിച്ചോ. ഞാൻ അങ്ങയുടെ ഫാനാണ് അക്ഷയ് ഖന്നാജി. എടോ, ഞാൻ അക്ഷയ് ഖന്നയല്ല, വണിയുടെ മാനേജറായ ഖന്നയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ വിളിച്ചെന്ന് വേഗം പറയേ. തന്റെ തലയ്ക്കകത്തിരിക്കുന്ന സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യണം. വണ്ണി ചൂസ്ലിയുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അടികൈ. സമയമില്ല. എടോ, ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. ഞങ്ങളുമായി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ പേടിയോട് ഞങ്ങൾ ഇങ്ങനെ പറയും, ചൂസ്ലി ഞങ്ങളെ കണ്ട് പേടിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സൺഡേയിൽ ഫൈറ്റ് വെക്കാം. അന്നേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. സിറ്റുവേഷൻ ഇപ്പോൾ വളരെ ടൈറ്റ് ആണ്. അടുത്ത ആഴ്ച ഫൈറ്റ് ആണ്. അടികൈ.
നിങ്ങളും എത്തിയോ? അതേ പണ്ടി, നീ ജയിച്ചു കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ജീവൻ കൊടുത്ത് പോരാടണം. ജന്തു? ഏത് ജന്തുവിനെ കുറിച്ചാ പറയുന്നത്? മാർഷൽ ആർട്സിൽ ഏത് ജന്തുവായിട്ടാ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് ജന്തുവിനെ കുറിച്ചല്ല, ജീവനെ കുറിച്ചാണ്. സംശയമുണ്ടോ? എന്നെ അനുഗ്രഹിക്കണം കുടിക്കളെ. വിജയിച്ചു വരൂ. തെറ്റ് ചെയ്താൽ ജഡ്ജി ശിക്ഷ കൽപ്പിക്കും. ഇന്ന് ബണ്ണി തീർച്ചയായും ചൂസ്ലിയെ തോൽപ്പിക്കും. അടികൈ. റൂൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? ഫൈറ്റ്. ഇവൻ തീർച്ചയായിട്ടും ജയിക്കുമെന്നാ തോന്നുന്നത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. സ്റ്റോപ്പ്. റൗണ്ട് 1 ഓവർ. അവരവരുടെ സൈഡിലേക്ക് ഉടനെ പോകൂ. ഇങ്ങനെ പോയാൽ അടുത്ത റൗണ്ടിൽ തന്നെ ഗെയിം തീരും. മരുന്ന് യൂസ് ചെയ്യേ. മരുന്ന് ഉപയോഗിച്ചാൽ അവന് 3 മണിക്കൂറിലേക്ക് ഒന്നും കാണാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. വേഗം അത് ഇങ്ങോട്ട് എടുക്കൂ. വിട്ടോ. റൗണ്ട് 2 ഫൈറ്റ്. വേഗം മരുന്ന് ഉപയോഗിക്കേ. എന്റെ കണ്ണ് എനിക്ക് തീർന്നു. എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. Good. Now finish him. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഈ റൗണ്ടിന്റെ വിന്നർ ചൂസ്ലി. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഇതൊരു മത്സരമാണ്. ഇതിൽ ശക്തിയെക്കാളും ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഗുരുജി, എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ആ ചൂസില് എന്റെ കണ്ണിലേക്ക് എന്തോ എറിഞ്ഞു. രാജു, വാസു, ഫൈറ്റ് നിർത്താൻ പറയും. ഇല്ല ഗുരുജി, ബണ്ണി ഫൈറ്റ് ചെയ്യൂ. പക്ഷെ എങ്ങനെ? അവനൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. നീ ട്രെയിനിങ്ങിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ബണ്ണി. നിനക്ക് ശബ്ദം കേട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ മത്സരിക്കും ഗുരുജി. ജയിക്കുകയും ചെയ്യും. ഇവനിതെങ്ങനെയാണ് ചെയ്യാൻ കഴിഞ്ഞത്? അത് ശരി, നീ എന്റെ ശബ്ദത്തിനെ ഫോളോ ചെയ്യണല്ലേ? ഞാൻ ആരാണെന്ന് കാണിച്ചത്.
3, 4, 5. ഇപ്പൊ ശബ്ദമുണ്ടാക്കാതെ നീ വന്ന് എന്നെ ആക്രമിക്കും. Are you okay to fight? One, 2, 3, 5, 6, 7, 8, 9, 10. And the winner is Bunny! വീട്ടിൽ ശല്യമുണ്ടാക്കുന്നു എപ്പോഴും ചുണ്ടലി. ഇതാ വീണ് കിടക്കുന്നു നമ്മുടെ ചൂസ്ലി അടികൈ. പേടിക്കേണ്ട ആവശ്യമില്ല. 2-3 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നിങ്ങൾ കാരണമാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. കണ്ടോ ഭായി, വാഴത്തട വെട്ടിയിട്ടതുപോലെ വീണ് കിടക്കുന്നത് കണ്ടില്ലേ? ചൂസ്ലി, ഇനി ബണ്ണിയെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞു പോകരുതാ. ഞാൻ പറയും. ചൊറിയുന്നു. അത് ശരിയാ. അറിയാത്ത പിള്ള ചൊറിയും പറയുമെന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. ചൊറിയെന്നല്ല പറഞ്ഞത്, പറയും എന്നാണ് പറഞ്ഞത്. താൻ തോറ്റല്ലോ. ഇനി എന്താ പറയാൻ പോകുന്നത് ചൂസ്ലി? East or west, Bunny is the best. Yeah!